അല്ലടാ അല്ലല്ല ഒന്ന് പോയിട്ടാ എല്ലാരും വിളിച്ചോണ്ടേ എല്ലാം പോയില്ലേ ആ ജിതേഷൊക്കെ അടിയുള്ളതെന്ന് പറഞ്ഞപ്പോൾ ഓടിക്കുന്നു. അപ്പൊ ഈ പോലീസ് വലിയ ധൈര്യമൊന്നുമില്ല അല്ലേ? ഓലെത്ര ധൈര്യമല്ലേ? അവരെത്ര പേരുണ്ട്? പോലീസ് എത്ര പേരുണ്ട്? നീ എവിടെ നിന്ന്? എടാ ഇതൊക്കെ വെറും മോബ് സൈക്കോളജിയാണ്. കൂട്ടത്തോടെ വന്ന് ഏതിനും ഏത് പന്നിയെ പഠിക്കാം, അത്രേ ഉള്ളൂ. ആ പിന്നെ ഇരുന്നല്ലോ, പിന്നെ ഇരുന്ന് എനിക്ക് ബസ് അടുത്ത ട്രിപ്പിനും കൂട്ടാൻ പോവാ. സംഭവം സെറ്റിലായില്ല, പിന്നെ ഓടുന്നുണ്ടോ പോലീസും പോടാ. എബിയൊക്കെ വെറുതെ അടികൊള്ളാൻ പോയി നിൽക്കുന്ന ഉണ്ടാവും കേട്ടോ. അതിനവര് തന്നെ അറസ്റ്റ് ചെയ്തുണ്ടാവും, അറസ്റ്റ് ചെയ്തുണ്ടാവും. അടുത്ത ട്രിപ്പിനെ പോയിട്ടോ. അതിന്റെ ഈ പാരന്റ്സ് വണ്ടി എന്തിനാ വേണ്ടത്? ആ അതാ ഓനറസ്റ്റ് ചെയ്തു, അത് അങ്ങനെ എത്തി ഓനിറങ്ങി കാര്യം പോക്കാണ്. അടിക്കുന്നു. കവിത്തെ നിന്റെ തല ഞാൻ വെട്ടി മാറ്റണമെന്നോ നീ നീക്കൂ. 2 2 2 3 3 3 3 4 ചോരടാ അവന്റെ കൈമല്. ഉമ്മൻചാണ്ടി സർക്കാരല്ലേ ഇതുവരെ SFIക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അടി മുഴുവൻ ഈ സർക്കാരിന്റെ കയ്യിൽ നിന്നാണ്. വേറെ ഒറ്റ UDF ഭരിച്ചിട്ട് SFIക്കാർക്ക് ഇത്രയും അടി കിട്ടിയിട്ടില്ല. ഉമ്മൻചാണ്ടി ആന്റണി സർക്കാരിന്റെ കാലത്തൊക്കെ SFIക്കാർ സൂട്ടടിക്കുകയായിരുന്നു. ഇതൊക്കെ കല്ലുണ്ടായിരുന്നു. പോലീസിനോട് ഇയാൾക്ക് തളിക്കുന്നുണ്ടോ? കുറച്ച് 2 പേര് അറസ്റ്റ് ചെയ്തു. അവരുടെ കൂടെ നന്നായി പേര് മറഞ്ഞു ചെയ്യും. അങ്ങനെ കച്ച എന്ത് കാര്യണ്ട മോന്റെ വടി പൊട്ടുമല്ലാതെ. ഇനി ഇവർക്ക് നല്ലൊരു ആക്രമണം നടത്താം. ഈ മൂന്നാളെ കൊണ്ട് നല്ല തീർന്നു ഉറപ്പത്. പോലീസുകാരനുണ്ടോ? അയാൾക്ക് എന്തെങ്കിലും കിട്ടല്ലോ. അയാള് ഒരു മൊയിന്റെ പോലെ വെച്ച് മതിലിന്റെ പുറം വരുന്ന മതി. മേലെ പോയാണ് അറിയുന്നത് മണ്ടന്മാര്. എടാ ഈ മുദ്രാവാക്യം വിളിക്കുന്ന സമയത്ത് നീ 3 മാങ്ങയിൽ അറിയുമായിരുന്നെങ്കിൽ അവന് കൊല്ലും കിട്ടിയത്. വീഡിയോ കാരന് കണ്ണ് പഠിച്ചു പിടിക്കും. അങ്ങനെ ഏറെ വരുമ്പോ വീഡിയോ കൊണ്ട് കിട്ടുന്നത്. വീഡിയോക്കാരെ പറഞ്ഞ കേസ് വേറെയാ. ഏറെ കൊണ്ടാലോ പോലീസ് കുന്തം ചെയ്യാൻ കഴിയതേ മൊയിന്തമാര് നോക്കി എന്തൊക്കെയാണോ ചാടി അടിച്ച് പടിയുണ്ട്. അവനാരാടാ ചെറിയ കല്ല് വലിച്ചിട്ടവൻ? ലൈവ് പ്രോഗ്രാമാണ്, മിസ്സാക്കണ്ട. പോലീസുകാർക്ക് പേടിച്ചിട്ടോ. ഇവര് ചാണെന്ന് പറഞ്ഞാൽ അടി തുടങ്ങി കഴിഞ്ഞാൽ ദയയില്ലാത്ത അടിയായിരിക്കും, മരണം അടി അടിക്കും.
പൊട്ടിയാണോ സാധനം? ആരറിയട്ടോ ഇങ്ങനെ